കാലഘട്ടങ്ങളുടെ വെല്ലുവിളികൾ സധൈര്യം ഏറ്റെടുത്തുകൊണ്ട് ഇതാ അനേകം വൈദികർ ദൈവരാജ്യ വയലിൽ തളരാതെ മുന്നേറുന്നു. ക്രിസ്തുവിന്റെ കുരിശിലെ മഹത്വം അവർ പ്രഘോഷിക്കുന്നു. ഇത് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പച്ച ചിക്കിടിക്കാട് ലൂർദുമാതാ ചർച്ചിലെ അസിസ്റ്റന്റ് വികാരി ഫാദർ ജെനി 20 കർത്താവിന്റെ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന തന്റെ ദൈവവിളിയെക്കുറിച്ചും ഇടവക ജനത്തോടു കൂടെയായിരുന്നുകൊണ്ട് ദൈവരാജ്യത്തിലെ ശുശ്രൂഷകൾ നിർവഹിക്കുന്നതിനെക്കുറിച്ചും ജെനിയച്ചൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. ജെനിയച്ച, ശാലോം ടിവിയിലെ ജോഷു എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഫാദർ ജെനി 20 അല്ലേ? രസകരമായൊരു വീട്ടുകാരാണ് അല്ലേ 20 എന്ന് പറയുന്നത്. അച്ഛൻ്റെ വീട് എവിടെയാണ് അച്ഛൻ? രാമങ്കിരി. അച്ഛൻ ഇപ്പോൾ എവിടെ? ചങ്ങനാശ്ശേരി രൂപതയിൽ അച്ഛനാണ്. ഇപ്പോൾ എവിടെയാണ് അച്ഛൻ ശുശ്രൂഷ ചെയ്യണം? ഇപ്പോൾ പച്ച ചക്കിടിക്കാട് എന്ന് പറഞ്ഞ എടുത്തു കഴിഞ്ഞിട്ടുള്ളത് എനിക്കറിയാം. പച്ച തീർച്ചയായിട്ടും അത്തരം അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ വരണം. എങ്കിലും അച്ഛൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയണം. അതിനു മുമ്പ് ഞാനൊരു ഡിഫറൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ അച്ഛനോട് ചോദിക്കുന്നത്, അച്ഛൻ എങ്ങനെയാണ് ചങ്ങനാശ്ശേരി രൂപത വൈദികനാവാൻ ഇടയായ സാഹചര്യം? ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം ഡൽഹിയിലാണ്. നാട്ടിലേക്ക് വരുന്നത് 99-ലാണ്. അതിനുശേഷം ബാക്കി പഠനം +2 പഠനത്തിന് ശേഷമാണ് ഈ സെമിനാരി എൻട്രി തന്നെ വരുന്നത്. അത് ഞാൻ ദൈവവിളി ക്യാമ്പ് പോലും കൂടിയിട്ടില്ല. ചങ്ങനാശ്ശേരി അദ്വൈതയുടെ ഞാൻ കപ്പൂച്ചിൻ സഭയിലേക്കാണ് പോയത്. ഭരണജ്ഞാന സഭ ധ്യാനമൊക്കെ കൂടി പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുമ്പോഴാണ് എന്തോ ദൈവനിമിത്തമായിരിക്കട്ടെ ചങ്ങനാശ്ശേരി അതിരൂപതയിലേക്ക് വരുന്നത്. അപ്പോൾ ചങ്ങനാശ്ശേരി ചേർന്ന് പറഞ്ഞാലും സന്യാസിലേക്കാണ് കൂടുതൽ ആഗ്രഹം. എന്തായാലും ചങ്ങനാശ്ശേരി രൂപതയിൽ വന്നു. ഞങ്ങളുടെ സ്പിരിച്വൽ ഫാദർ ആയിരുന്ന മരിച്ചുപോയ പർത്താന്തച്ഛൻ പറഞ്ഞു, നീ ഈ രൂപതയിൽ സന്യാസ ജീവിതം നയിക്കാൻ വേണ്ടി. എനിക്ക് തന്നെ പിന്നെ സെമിനാരി കാലഘട്ടത്തിലെല്ലാം അതിന് വഴിതിരികുകയായിരുന്നു. ഫിലോസഫിക്ക് വടവാതൂർ സെമിനാരി വന്നപ്പോഴത്തേക്ക് ജീസസ് ഫണ്ടേറ്റി വരുന്നു. ജീസസ് ഫണ്ടേറ്റി വന്ന ശേഷം അതിൻ്റെ ജയിൽ ശുശ്രൂഷകൾ, ക്യാൻസർ പേഷ്യൻസിനെ ശുശ്രൂഷിക്കാൻ പോകുന്ന കാര്യത്തിലായാലും ജയിൽ സന്ദർശനവും എല്ലാ കാര്യങ്ങളായാലും കൊന്ത ഉണ്ടാക്കുന്ന കാര്യങ്ങളായാലും ഇങ്ങനെ ഓരോ സന്യാസിൻ്റെ ഏറ്റവും അടുത്ത ജീവിതം നയിക്കുവാനും പാവങ്ങളെ ശുശ്രൂഷിക്കാനൊക്കെ ഒത്തിരി ചാൻസ് കിട്ടിയായിരുന്നു സെമിനാരിന് ശേഷം. അതിനുശേഷം ഒരു യാദൃശ്ചികം എന്ന പോലെ തന്നെ എൻ്റെ ജ്യേഷ്ഠൻ പുള്ളിക്കാരൻ 31-ാമത്തെ വയസ്സിൽ പുള്ളിക്കാരൻ സെമിനാരിൽ പോകുമെന്ന് പറഞ്ഞു, ഒരു സന്യാസിയാകാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ സത്യത്തിൽ എൻ്റെ ദൈവവിളിയെ ഒത്തിരി പരിപോഷിപ്പിക്കുകയും രൂപതാ തലത്തിൽ എങ്ങനെ സന്യാസം ജീവിക്കണമെന്ന് എന്നെ പഠിപ്പിക്കുകയും ചെയ്തത്. എൻ്റെ സെക്കൻഡ് ഇയർ തിയോളജിയിലാണ് എൻ്റെ ചേട്ടൻ സെമിനാരി ജോയിൻ ചെയ്തത്. അന്ന് എനിക്ക് ഒത്തിരി വിഷമം തോന്നിയായിരുന്നു ചേട്ടൻ പോകുന്ന കാര്യം കേട്ടു. കാരണം വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് ചേട്ടൻ പോയി, ഞാൻ പോയി, വീട്ടിൽ പിന്നെ അനുജനുള്ളത് അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ആകുമെന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവിന് വേണ്ടി നീ ഒരു കസേര ഉപേക്ഷിച്ചു, ഞാനൊരു കസേര ഉപേക്ഷിച്ചു, നീ ആ 2 കസേരയും തമ്പുരാൻ ഒക്യുപ്പൈ ചെയ്യും, പേടിക്കേണ്ട ആവശ്യമില്ല, നീ സന്യാസം ജീവിക്ക്, നിൻ്റെ ജീവിതത്തിൽ ഞാനും ജീവിക്കാൻ പോവാണ്, ഈശോയ്ക്ക് എനിക്കൊരു ജീവിതം ആരംഭിക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. അത് ഇന്നും എനിക്ക് പ്രചോദനം നൽകുന്ന കാര്യമാണ് ചേട്ടൻ്റെ ആ വാക്കുകൾ. ആ വീട്ടിൽ ഞങ്ങൾ 2 പേരുടെയും വേക്കൻ കസേരയിൽ ഈശോ ഇരിപ്പുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ഒരു പക്ഷേ ചേട്ടൻ്റെ ആ ഒരു ദൈവവിളി ഉണ്ടായതിനെക്കുറിച്ചൊക്കെ അത് അച്ഛനെ സ്വാധീനിച്ചതിനെക്കുറിച്ചൊക്കെ ഇത്തിരിയോടെയും വലുതാക്കി അച്ഛൻ പറയേണ്ടി വരും, എന്താ എലാബറേറ്റ് ചെയ്ത് പറയേണ്ടി വരുമായിരിക്കും. പക്ഷെ അതിലേക്ക് പോകുന്നതിന് വീണ്ടും അച്ഛൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ചാച്ചൻ, അമ്മ, പിന്നെ ചേട്ടൻ അനുഭവ സെമിനാരിൽ പോയി, അനുജനുണ്ട്, അവനിപ്പം ബിടെക് കഴിഞ്ഞു, ഒരു ചെറിയ ജോലി ചെയ്യുന്നു ചങ്ങനാശ്ശേരി തന്നെ. നിങ്ങൾ 3 ആമക്കളാണ്? നിങ്ങൾ 3 പേരും നോർത്ത് ഇന്ത്യയിലാണ് ജനിച്ചോളൂ? 3 പേര് അവിടെ തന്നെ ജനിച്ചു. അല്ല, പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വന്ന് നാട്ടിൽ സെറ്റിൽ ചെയ്യായിരുന്നു. മലയാളമൊക്കെ പ്രശ്നമായിരുന്നു, ഇപ്പോൾ തമ്പുരാൻ ഒത്തിരി സഹായിക്കുന്നു. ഈ വൈദികനാവണമെന്ന് ആദ്യമായിട്ട് എപ്പോഴാണ് തോന്നിയത്? ചെറുപ്പ കാലഘട്ടങ്ങളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഡൽഹിയിലായിരുന്ന സമയത്ത് പപ്പായുടെ ഒരു കസിനുണ്ട്, ഫാദർ ജോയ് SJ ആണ്, അറക്കൽ. അദ്ദേഹം വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഒത്തിരി ഈശോയുടെ കൊച്ചു ബുക്സ് തരും, ഈശോയെ ഒത്തിരി കാര്യങ്ങൾ പറയും, ദൈവവിളിയെ പറ്റി പറയും. അവിടെ ഡൽഹിയിലായിരിക്കുമ്പോൾ അന്ന് ഫരീദാബാദ് രൂപത വന്നിട്ടില്ല. അന്ന് ഞങ്ങൾ ഞായറാഴ്ചകൾ മാത്രമേ പള്ളി പോകാറുള്ളൂ. അത് വീട്ടിലെല്ലാവരും ഒരുമിച്ച് ഒരു ടൂർ പോലെ പള്ളി ചെല്ലുന്നു. അവിടെ കുർബാനയിൽ ഈ അച്ഛനെ കാണുമ്പോഴെല്ലാം ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ അച്ഛനും പറയും, നിനക്ക് ദൈവവിളിയുണ്ടെന്ന്. പക്ഷേ അത്രമാത്രം കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, അച്ഛനാകണമെന്നല്ല. പക്ഷേ ആ ആഗ്രഹമൊക്കെ കേരളത്തിൽ വന്നതിന് ശേഷം തീർന്നു, ഒന്നുമില്ലായിരുന്നു. കാരണം നാട്ടിൽ വന്നതിന് ശേഷം സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും പഠിച്ച് നല്ല കാശുണ്ടാക്കി പിടിച്ചു നിൽക്കണം എന്ന ആഗ്രഹം, അപ്പനെ അമ്മയെ സപ്പോർട്ട് ചെയ്യണം, ആ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയായിരുന്നു മുന്നോട്ടുള്ള പിന്നെ യാത്ര മൊത്തം. ദൈവവിളിയെ പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല. പിന്നെ ചിന്തിക്കുന്നത് +2 കഴിഞ്ഞ് ഏകദേശം ഏപ്രിൽ മാസം വിശ്വാസോത്സവത്തിന് പള്ളി സഹായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഇടവകയിൽ ഒരു ബ്രദർ ഉണ്ടായിരുന്നു, സന്ദീപ്, ഓഫമാണ്. അദ്ദേഹം ഒന്ന് പറഞ്ഞു, എടാ നിനക്ക് ദൈവവിളി ഉണ്ടെന്ന് പറഞ്ഞു.
അന്ന് ഞാൻ പുള്ളിക്കാരനെ കപ്പൂച്ചിൻ പുള്ളിക്കാരനെ കളിയാക്കി വിട്ടതേ ഉള്ളൂ. കാരണം ദേവിളിയോ വെള്ള ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് കറുത്ത പാൻറ് ഇട്ടുകൊണ്ട് പള്ളി വന്ന് നിൽക്കുക ഒരു ചമ്മൽ തോന്നി. കാരണം അന്ന് ഈ പുള്ളിക്കാരനക്ക് ദേവിളി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ കൂടുതലുള്ള ഫ്രണ്ട്സൊക്കെ കളിയാക്കാൻ തുടങ്ങി, നീ അച്ഛൻ കുഞ്ഞാകാൻ പോകാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ പുള്ളിക്കാരനെ കളിയാക്കി ഉപേക്ഷിച്ച് വിട്ടു. പക്ഷേ അത് പുള്ളിക്കാരനെ കണ്ടതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം ഭരണങ്ങാനത്തുനിന്ന് എൻ്റെ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. അന്ന് വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ്, പപ്പ ഞാനും മാത്രമേ ഉള്ളൂ. ചേട്ടൻ എറണാകുളത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അനുജൻ വീട്ടിലില്ലായിരുന്നു, അമ്മ ഡൽഹി പോയിരിക്കുകയായിരുന്നു അമ്മയുടെ അനിയത്തിയുടെ അടുത്ത്. അപ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞു, അടുത്ത ആഴ്ച ക്യാമ്പ് തുടങ്ങാൻ പോവാണ്, നീ വരണം, നിനക്ക് ദേവിളി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അച്ഛാ എനിക്ക് ദേവിളി ഒന്നുമില്ല അച്ഛാ, എനിക്ക് എങ്ങനെയെങ്കിലും പഠിക്കണം, പഠിച്ച് നല്ല രീതിയിൽ പോകണം എന്ന് പറഞ്ഞു. സാരമില്ല, നീ വാ, നീ വരുമ്പോഴത്തേക്ക് നിനക്ക് എന്താ ഈ 3 ദിവസത്തെ ക്യാമ്പൊക്കെ കൂടി കഴിയുമ്പോഴത്തേക്ക് ഒരു കണ്ടെത്താൻ പറ്റും, എന്തെങ്കിലും കണ്ടെത്താൻ പറ്റും, ചുമ്മാ വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല അച്ഛൻ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അന്ന് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഭയങ്കര അസ്വസ്ഥ വെച്ചാൽ ഒമിറ്റ് ചെയ്തു, തലകർക്കം, ഭയങ്കര വെട്ടി വീർത്ത് ബെഡേ കിടക്കുവാണ്. അപ്പോഴേക്ക് ചാച്ചൻ വന്ന് ചോദിച്ചു എന്നാ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താണെന്ന് അറിയത്തില്ല, ഇങ്ങനെ അച്ഛൻ വിളിച്ചായിരുന്നു, അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് പോകണമെന്ന് ഒരു താല്പര്യമില്ല, പക്ഷേ എൻ്റെ ശരീരം മൊത്തം അസ്വസ്ഥതാന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിൽ വേറെ ചിന്തകളും ഉണ്ട്. കാരണം ഭരണജ്ഞാനം വരെ പോകണമെങ്കിൽ വണ്ടിക്കൂലി വേണം. കാരണം എനിക്കറിയാം സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് വണ്ടിക്കൂലിക്ക് പൈസ പോലും എടുക്കാൻ ഇല്ലാത്ത സമയമുണ്ട്. പലപ്പോഴും സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ലഞ്ച് കാരണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് കാണുമായിരിക്കും. ചിലപ്പോൾ ഒരു ചോറും ചമ്മന്തി ആയിരിക്കും, പിള്ളേരുടെ കൊടുത്ത് കഴിക്കത്തില്ല. നേരെ ഗോവേന്ദ്ര പള്ളി, ഞാൻ പൊരുകരല്ല പഠിച്ചത്, ഗോവേന്ദ്ര അവിടെ പോയിരിക്കും, ആരും കാണാതെ ചിലപ്പം കഴിക്കും, ചിലപ്പം കാണാതെ അത് മിച്ചം വെച്ച് കൊണ്ടുവന്ന് വൈകിട്ട് കഴിക്കും. അപ്പോൾ വണ്ടിക്കൂലിക്ക് ഭരണങ്ങാനം വരെ പോകാൻ പൈസ ഇല്ല. അതെൻ്റെ ഉള്ളിലൊരു, കാരണം അപ്പനോട് എങ്ങനെ ചോദിക്കും, ആ ഒരു ചിന്തയുടെ ഉള്ളിൽ കിടപ്പുണ്ട്. പിന്നെ അപ്പം പറഞ്ഞു സാരമില്ല, നീ ചുമ്മാ പോയിട്ട് വാ. അപ്പൻ എൻ്റെ 100 രൂപ എടുത്തു തന്നു. 100 രൂപ എടുത്തു തന്നിട്ട് ഞാൻ പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഗസമിനി ആശ്രമം ചങ്ങനാശ്ശേരി വരുന്നു, അവിടെ നിന്ന് പോകുന്നു. പിന്നീട് ഒത്തിരി മാറ്റങ്ങളാണ്, അത്ഭുതങ്ങളാണ് ഞാൻ കാണുന്നത് എൻ്റെ ലൈഫിൽ. അത് ശരിക്കും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഒരു പൊട്ടനായിരുന്ന ഒരുത്തന്നെ തമ്പുരാൻ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി തിരിച്ചു കൊണ്ടുവന്നു. കാരണം ഞാൻ പൂരക്കര പഠിക്കുമ്പോൾ ഞങ്ങൾ 20 പേരിൽ എന്നെക്കൊണ്ട് പരീക്ഷ എഴുതിക്കത്തില്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാർക്ക് കുറവാണ്, ഫീസ് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ മാർക്ക് കുറവായ കാരണം അച്ഛൻ പലതവണ വിളിപ്പിച്ച് വഴക്ക് പറയാമായിരുന്നു, വീട്ടിൽ നിന്ന് അമ്മയെ വിളിപ്പിക്കുന്നു. അപ്പോൾ ആ സമയത്ത് എങ്ങനെ ജയിക്കും എന്ന ചിന്തയാണ്. അപ്പോൾ പഠിക്കാൻ ആവറേജ്. പിന്നെ +1 +2 സെൻറ്റ് മേരീസിലാണ് പഠിച്ചത്, ചമ്പക്കുളത്ത്. അവിടെ ആയാലും ഇതുപോലെ തന്നെ. അപ്പോൾ 2 പേരുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ മലയാളം അറിയത്തില്ല, സ്റ്റേജിൽ കയറിയ കൈയും കാലും വരയ്ക്കും. ഞാനിങ്ങനെ അച്ഛനാകാൻ പറ്റും? എന്നെക്കൊണ്ട് അച്ഛനാകാൻ പറ്റത്തില്ല. ബൈബിൾ പോലും നേരെ ചൊവ്വനെ വായിക്കത്തില്ല. അപ്പോൾ ഞാൻ ഉപേക്ഷയാണ് അങ്ങനെ ഒരു കാര്യം, അച്ഛനാകാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ ചേട്ടൻ പറയാറുണ്ട്, കൊച്ചേ തമ്പുരാന് കഴുതുകളെ മതി, അവനെ വഹിക്കുന്ന കഴുതുകളെ മതി. അതുകൊണ്ട് ഞാനും വിചാരിക്കുന്നത് തമ്പുരാൻ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ എന്താണോ അത് പൗലോസിലെ പറഞ്ഞല്ലേ, കർത്താവ് എന്തൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് കാണുന്നത് ഇന്ന് ലൈഫിൽ മൊത്തം, എവിടെയാണെങ്കിലും ഓരോ ദിവസവും വലിയ വലിയ അത്ഭുതങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഈ കപ്പുച്ചിൻ സഭയിൽ പോയിട്ട് പിന്നെ അതിനുശേഷം അവിടെ അല്ല കപ്പുച്ചിനിൽ പോയി ഇത് കൂടി അല്ലേ? കൂടി അതിനുശേഷം എന്ത് സംഭവിച്ചു? അവിടെ ചെന്ന് 3-4 ദിവസത്തെ ക്യാമ്പ് കൂടി. അവിടെ ഞങ്ങൾക്ക് ഫോമൊക്കെ തന്നായിരുന്നു, ദേവിളി ഉണ്ടോ ഇല്ലെന്ന്. എൻ്റെ കൂട്ടത്തിൽ പലരും ഇല്ലെന്ന് എഴുതിയപ്പോഴത്തേക്ക് ഞാൻ ആ ബോക്സ് ചുമ്മാ വിട്ടു. അപ്പോഴേക്ക് എന്നെ കാണാൻ വേണ്ടി അച്ഛൻ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ അച്ഛൻ എനിക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ എക്സ്പീരിയൻസ് ഇതാണ്. പണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു, ഇപ്പോൾ ആഗ്രഹമില്ല. ഇങ്ങനെ ഞാൻ ഇവിടെ വന്നത്, അതുകൊണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അച്ഛൻ പ്രാർത്ഥിക്കുക. അച്ഛൻ പറഞ്ഞു സാരമില്ല, നീ വീട്ടിൽ പൊക്കോ, മെയ് മാസം ഞങ്ങൾ നിൻ്റെ വീട്ടിൽ വരുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ പോന്നു. അവിടെ നിന്ന് ഫോൺ കോൾ വന്നു, ഞങ്ങൾ ഇന്ന ദിവസം വീട്ടിൽ വരും, നിനക്ക് സെലക്ഷൻ ഉണ്ട്, ഞങ്ങൾ വികാരിച്ചനൊക്കെ കാണാൻ വരുന്നുണ്ടൊക്കെ പറഞ്ഞു. അപ്പോഴെനിക്ക് വിശ്വാസമായിട്ടില്ല. കാരണം അന്നത്തെ ഞങ്ങളുടെ വികാരിയച്ഛൻ മരിച്ചുപോയി. അന്ന് ഞങ്ങൾ സൺഡേ സ്കൂളിൽ അലമ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ വന്ന് ഡീക്കനെയൊക്കെ കരയിപ്പിച്ച് വിട്ട ടീമാണ്. അന്ന് ഞങ്ങളെ അച്ഛൻ ശരിക്കും വഴക്ക് പറഞ്ഞ് ക്ലാസ്സിൽ നിന്നൊക്കെ ഇറക്കി വിട്ട ആ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. അപ്പോൾ എനിക്കെങ്ങനെ അച്ഛനാകാൻ പറ്റും? കാരണം അച്ഛന്മാരെ വേദനിപ്പിക്കുക, അച്ഛന്മാരുടെ അടുത്തുനിന്ന് അകന്നകന്ന് പോവുക, ആ ഒരു നേച്ചർ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് അച്ഛനാകാൻ പറ്റുമോ, ദൈവവിളി ഉണ്ടോ, ഫുൾ സംശയമാണ്. അന്ന് ഭരണങ്ങാനത്ത് അച്ഛൻ പറഞ്ഞത് സാരമില്ല, നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതി, തമ്പുരാൻ വഴി കാണിച്ചു തരും. ഇങ്ങനെ പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുമ്പോഴാണ് എൻ്റെ കസിൻ ജോർജ് കൊച്ചു അച്ഛനുണ്ട്. അച്ഛനിപ്പോൾ മണിമല പള്ളിയിലെ വികാരിയാണ്. അച്ഛൻ പറഞ്ഞ് നീ പോകുന്നതൊക്കെ കൊള്ളാം, അപ്പോൾ നീ രൂപതയിലേക്ക് ചുമ്മാ ഒന്ന് നോക്കാൻ മേലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അച്ഛൻ എനിക്ക് രൂപതയെ പറ്റിയോ സന്യാസത്തെ പറ്റിയോ ഒന്നും അറിയത്തില്ല, ഞാനിങ്ങോട്ട് ക്യാമ്പിന് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പപ്പാടെ ഫസ്റ്റ് കസിനാണ് ഇപ്പോൾ കാനയിലെ പഴയ ഡയറക്ടറായിരുന്ന ജോസ് ആലഞ്ചേരി അച്ഛൻ, ആലഞ്ചേരി പിതാവിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ.
അപ്പോഴേക്ക് അദ്ദേഹത്തെ ചെന്ന് കണ്ടു. അദ്ദേഹം പറഞ്ഞു, നിനക്ക് എവിടെ വേണമെങ്കിലും പോകാം, കുഴപ്പമൊന്നുമില്ല, എല്ലാം ദൈവവിളി തന്നെയാണ്. പക്ഷേ നീ ചുമ്മാ ഒന്ന് ഈ രൂപതയുടെ സെമിനാരി ഒന്ന് പരിചയപ്പെട്ടു നോക്ക്, ഒന്ന് കണ്ടു നോക്ക്, നിനക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇങ്ങോട്ട് പോര്, അല്ലെങ്കിൽ അങ്ങോട്ട് പോക്കോ, എന്തായാലും നീ നിൻ്റെ തീരുമാനം എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ ചെന്നു. അച്ഛൻ എന്നെ മൈനർ സെമിനാരിയിലേക്ക് വിട്ടു. അന്ന് ഗ്രിഗറി അച്ഛനായിരുന്നു, ഇപ്പോഴത്തെ നമ്മുടെ അസംഷൻ പള്ളിയിലെ വികാരി അച്ഛൻ. അച്ഛനെ കണ്ടു, അച്ഛനോട് സംസാരിച്ച് അച്ഛൻ പറഞ്ഞ്, സാരമില്ല, നീ രൂപതയുടെ ക്യാമ്പൊന്നും കൂടിയിട്ടില്ല, ഇനിയിപ്പം ഒരാഴ്ചയും കൂടെ ഉള്ളൂ എൻട്രിക്ക്, ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞു, സെമിനാരിയിലേക്ക് ചേർത്തില്ല എന്ന്. അതിനുശേഷം ഞാൻ വീട്ടിൽ പോന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥത വീണ്ടും. കാരണം എനിക്ക് സെമിനാരിയിലേക്ക് അഡ്മിഷൻ കിട്ടുമോ, സെലക്ഷൻ കിട്ടുമോ, അതോ എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, ജൂൺ മാസം 16-ാം തീയതിയാണ് സെമിനാരി ചേരേണ്ടത്, ഒന്നത്തിനും പ്രത്യേകിച്ച് ഒരു കോഴ്സിനും ചേർന്നിട്ടില്ല, സമയം പോവുകയാണ്, എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജൂൺ 10-ാം തീയതി മൈനർ സെമിനാരിൽ നിന്ന് കോൾ വന്നു, നിനക്ക് സെലക്ഷൻ ഉണ്ട്, പോരാൻ പറഞ്ഞു. അപ്പോഴേക്ക് ഇവിടുന്ന് ഭരണങ്ങാനത്ത് അച്ഛന്മാർ വന്നായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, അച്ഛാ ഇങ്ങനെയാണ് കാര്യം, ഞാൻ രൂപതയിലേക്ക് പോകുകയെന്ന് പറഞ്ഞു. അപ്പം സാരിയില്ല കൊച്ചേ, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രൂപതയിലേക്ക് ചേർന്നു. ഇതിൻ്റെ ഇടയ്ക്കത്തെ കാര്യം ഞാൻ പറഞ്ഞത്, എനിക്ക് സന്യാസത്തിലേക്ക് വിളി ഉണ്ടെന്നൊരു തോന്നൽ. അപ്പോഴാണ് ഈ ഭർത്താന്തച്ഛൻ എന്നോട് പറഞ്ഞത്, രൂപതയിൽ നീ സന്യാസം ജീവിക്കുക, ഇടവക വൈദികർക്കിടയിൽ നീ സന്യാസം ജീവിച്ച് കാണിക്കുക, അതാണ് നിനക്കുള്ള വിളി എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ആയിരിക്കുന്നു. ഏറെ സന്തോഷം. കാരണം രണ്ട് കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെ മനസ്സിൽ എനിക്കത് വലിയ ഇതായിട്ട്, ഒന്ന് രൂപതാ വൈദികരുടെ ഇടയിൽ സന്യാസം ജീവിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു ജീവിതം എന്ന് പറയുന്നത് രണ്ടായി കാണേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ഒരു നല്ല സന്യസ്ത ജീവിതം നയിച്ചുകൊണ്ട് തന്നെ ഒരു രൂപതാ വൈദികനായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണല്ലോ ആ ഒരു അനുഭവത്തിൽ നിന്നുള്ള അച്ഛൻ പറഞ്ഞു തന്നു. ഇന്ന് അച്ഛൻ്റെ ജീവിതത്തിൽ സത്യമാണെന്ന് തെളിഞ്ഞു വരുന്നൊരു കാര്യമാണത്. രണ്ടാമതൊരു കാര്യം, പ്രാർത്ഥിച്ചാൽ മതി എന്ന് ആ അച്ഛൻ പറഞ്ഞ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും തമ്പുരാൻ എത്ര ഭംഗിയായിട്ടാണ് കർത്താവ് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ദൈവത്തിൻ്റെ ഒരു പ്ലാൻ അനുസരിച്ച് നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നത്, എത്ര മനോഹരമായിട്ടാണ്. തീർച്ചയായിട്ടും എൻ്റെ മറ്റൊരു ചോദ്യം ഇതാണ്, ഈ ചങ്ങനാശ്ശേരി രൂപതയിൽ ഒരു വൈദികനായിപ്പോൾ എന്നാണ് അച്ഛന് പട്ടം കിട്ടിയത്? ഞാൻ പട്ടം സ്വീകരിക്കുന്നത് 2016 ഡിസംബർ 29-ാം തീയതിയാണ്. ഒരിക്കലും മറക്കത്തില്ല. അത്രമാത്രം 2016 ഡിസംബർ 2 വർഷമാകുന്നു. ഈ ഡിസംബർ 29 2 വർഷമാകും. അച്ഛൻ്റെ ഒരു വൈദികനായ ആ ദിവസം, കാരണം അച്ഛൻ്റെ എനിക്ക് മനസ്സിലായതനുസരിച്ച് വളരെ വ്യക്തമായി ദൈവം ഒരു ഡിസേൺമെൻറ്റോട് കൂടി കൊണ്ടുപോയി. എല്ലാ വൈദികരും അങ്ങനെ തന്നെയാണ്, എങ്കിലും ഇതൊരു കോൺഗ്രിഗേഷനാണോ, ഒരു കപ്പുച്ചിൻ സഭയിൽ ചേരണോ, രൂപത ചേരണോ എന്നൊക്കെ ഉള്ളതിൻ്റെ വെളിച്ചത്തിൽ ഭംഗിയായിട്ട് രൂപത വൈദികനായി തീർന്ന് വൈദികനായ ആ ഒരു അനുഭവം എന്ന് പറയാൻ പറ്റും. 2016 ഡിസംബർ 29 എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഏറ്റവും അത്ഭുതം നടന്ന ദിവസമാണ്. കാരണം പട്ടം നടക്കാൻ പോവാണ്. ചേട്ടൻ അന്ന് രാവിലെയാണ് ചേട്ടൻ പട്ടം കൂടുന്നത്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ചേട്ടന് വരണമെന്ന്. ചേട്ടൻ ഫിലിപ്പൈൻസിൽ നൊവിഷ്യേറ്റാണ്. നൊവിഷ്യേറ്റ് കാലഘട്ടത്തിൽ വിടത്തില്ല. പിന്നെ ഞാൻ ഇവിടുന്ന് അവിടുത്തെ സുപ്പുരച്ഛന് ലെറ്റർ എഴുതി അറിയിച്ചു, പട്ടമാണ്, ചേട്ടനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, ചേട്ടൻ വിടുമെന്ന് ചോദിച്ചു. അങ്ങനെ അന്ന് വെളുപ്പിനെ ആണ് ചേട്ടൻ വന്ന് ലാൻഡ് ചെയ്യുന്നത്. ചേട്ടൻ ലാൻഡ് ചെയ്ത് ഞാൻ പിതാവിൻ്റെ കൊടുത്ത് വണ്ടി നിറക്കുമ്പോഴത്തേക്ക് എന്നെ സ്വീകരിക്കാൻ നിൽക്കുന്നത് എൻ്റെ ചേട്ടനാണ്, ചേട്ടനാണ് നിൽക്കുന്നത്. എനിക്ക് ഓർക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളാണ്. എന്നേക്കാൾ 2 വയസ്സ് മൂപ്പുണ്ടെങ്കിലും അദ്ദേഹം ഞങ്ങൾ ഒരേപോലെയാണ് വളർന്നു വന്നത്. ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ജെറിനെ പറ്റി പറയുകയാണെങ്കിൽ ജെറിൻ ഒരു കാലഘട്ടത്തിൽ ഈ പള്ളിയിൽ പോകാതെ ഈശോന്ന് അല്പം അകന്നിരുന്ന കാലഘട്ടമുണ്ട്. പക്ഷേ പൗലോസിനെ കുതിരപ്പുറത്ത് താഴെ ഇടുന്ന പോലെ അവനെ ഇട്ട് അതിനുശേഷം അവൻ ഈശോയെ കണ്ടെത്തിയ നിമിഷമുണ്ട്. അതിനുശേഷം പിന്നെ ഒരിക്കലും പിന്തിരിഞ്ഞിട്ടില്ല ജെറിൻ. ഒരിക്കലും അവൻ ഒത്തിരി ജീസസിലൂടെയും എല്ലാം ഒത്തിരി ഈശോ ചേർന്ന് നിന്ന് അതിൽ എൻ്റെ ദൈവം ഒത്തിരി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എൻ്റെ പട്ടത്തിന് എൻ്റെ ചേട്ടൻ കാണണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചത്. അന്നതേ ഒന്നാമത്തെ അത്ഭുതമാണ് ചേട്ടനോടെ കണ്ടത്. രണ്ടാമത്തെ അത്ഭുതം എന്ന് പറയുമ്പോഴത്തേക്ക് പട്ടത്തിൻ്റെ സാമ്പത്തികം ഒന്നും ഇല്ലായിരുന്നു കയ്യിൽ, ഒന്നുമില്ല. കാരണം അപ്പന് കൃഷി സ്വല്പം ഉള്ളൂ, വേറെ ജോലിയൊന്നുമില്ല. ഏകദേശം 2-3 ലക്ഷം രൂപ നമ്മുടെ കൈകൾ കാണണം, 2500 ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കണം, ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പട്ടത്തിന് അന്ന് കണ്ടത് ഇടവകയിലെ എല്ലാ ജനങ്ങളും ഒരേപോലെ സഹായിച്ചതും എല്ലാവരും ഒരുമിച്ച് നിന്നതും, പട്ടത്തിന് ഞാൻ വിചാരിക്കാത്ത രീതിയിൽ ഒത്തിരി നല്ല സമരക്കാർ സഹായിക്കാൻ വന്നതും ഒത്തിരി എന്ന് വെച്ചാൽ അങ്ങേറ്റ അത്ഭുതമാണ് കണ്ടത്. എല്ലാവരും ആ പട്ടത്തിന് അന്ന് ഞാൻ പറഞ്ഞു മലയാളം സംസാരിക്കാനും എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടാണ്. പട്ടത്തിന് അന്ന് കുർബാന ചെല്ലുമ്പോഴും സുവിശേഷം വായിക്കുമ്പോഴും ഒക്കെ തമ്പുരാൻ്റെ ഇടപെടലാണ് ഞാൻ കണ്ടത്. കാരണം ഞാൻ ഒത്തിരി തവണ വായിച്ച് കാണാപ്പാടം പഠിക്കാൻ ശ്രമിക്കുന്നത്, പക്ഷേ അവിടെ വന്നപ്പോഴത്തേക്ക് വിറവലും പേടിയൊക്കെ ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാലും ഈ ബലിയിൽ പങ്കുചേർന്ന പലരും കരയുകയായിരുന്നു, ഒത്തിരി ആൾക്കാർ കരയുകയായിരുന്നു. അവർ പറഞ്ഞു
ശരിക്കും അങ്ങേറ്റം വലിയൊരു അനുഭവമായിരുന്നു. ഞാനും സത്യത്തിൽ പട്ടം സ്വീകരിച്ച നിമിഷം മുതൽ എൻ്റെ പട്ടത്തിൻ്റെ വീഡിയോ കണ്ടാൽ അറിയാം, ആ പട്ടത്തിന് ഫുൾ ടൈം ഞാനും കണ്ണുനീരോടെ തന്നെ ബലി അർപ്പിച്ചത്. അത് എന്താ പറയുന്നത്, എൻ്റെ ലൈഫിലെ ഈശോ എന്നെ തൊട്ട അനുഭവമായിരുന്നു. അതായത് ഞാൻ മറ്റൊരു ക്രിസ്തുവായി മാറുകയാണ്. മറിയം ഒരു തവണ ഉണ്ണിയെ ഉദരത്തിൽ വഹിച്ചുവെങ്കിൽ ഞാൻ ഇന്നിൻ്റെ എല്ലാ ദിവസവും ഉണ്ണിയെ എൻ്റെ കൈകളിൽ, ഈശോ എൻ്റെ കൈകളിൽ, ഈ പുരോഹിതൻ്റെ കൈകളിൽ, പുരോഹിതൻ്റെ കരം മറ്റൊരു ഗർഭപാത്രമായി തീരാൻ പോവുകയാണ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു. കാരണം ഈശോ എൻ്റെ കൈകളിൽ, അതിൽ കൂടുതൽ പിന്നെ എന്താ വേണ്ടത്? അതിൽ കൂടുതൽ ഭാഗ്യം ഈ ലോകത്തിൽ ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കും. സത്യത്തിൽ മാതാവിനേക്കാൾ ഭാഗ്യം ചെയ്തതാണ് ഞാൻ ചിന്തിക്കും എല്ലാ പുരോഹിതരും. കാരണം മാതാവ് ഒരു തവണ അവനെ ഉദരത്തിൽ വഹിച്ചെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ഈശോയെ എൻ്റെ കരങ്ങളിൽ വഹിക്കുന്നു, അനേകർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അത് വലിയൊരു അനുഭവമായിരുന്നു. അച്ഛൻ്റെ ഹൃദയമാണ് സംസാരിക്കുന്നത് അച്ഛൻ. കാരണം അച്ഛൻ വെറുതെ വാഗുകൊണ്ട് സംസാരിക്കുമല്ല, അച്ഛൻ്റെ ഹൃദയമാണ് സംസാരിക്കുന്നതെന്ന് അച്ഛൻ്റെ ഒരു വാക്കും കണ്ണും ഒക്കെ അത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞ ആ ഒരു ഇതുപോലെ ഒരുപക്ഷെ എല്ലാ വൈദികർക്കും തീർച്ചയായിട്ടും ബോധ്യമുള്ള കാര്യമാണ്. എങ്കിലും അത് ആ ഒരു വിശുദ്ധ കുർബാന എന്ന കൂദാശ പരികർമ്മം ചെയ്യാൻ വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ടവർ എന്ന നിലയിൽ കൂടി വൈദികരെ സംബന്ധിച്ചിടത്തോളം എത്രയോ ഭാഗ്യപ്പെട്ടവരാണ്, പുണ്യപ്പെട്ടവരാണ് അവരെന്നുള്ളൊരു വലിയ തിരിച്ചറിവിൻ്റെ പ്രയോഗമാണ് അച്ഛൻ ചെയ്തത്. കാരണം മാതാവിനേക്കാൾ ഭാഗ്യം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കാരണം ഒരു പ്രാവശ്യം മാതാവ് ഈശോയെ ഉദരത്തിൽ വഹിച്ചതുപോലെ എല്ലാ ദിവസവും ഈശോയെ കരങ്ങളിൽ വഹിക്കുന്ന വൈദികരാണ്. സത്യത്തിൽ അത് ആ വൈദിക ജീവിതത്തിൻ്റെ വിശുദ്ധി, പ്രാധാന്യം, മാഹാത്മ്യം എല്ലാമാണ് പറയണത്. ഞാൻ തിരിച്ച് വീണ്ടും അച്ഛൻ്റെ വീട്ടിലോട്ടൊന്ന് പോവുക. കാരണം അച്ഛൻ്റെ വീട്ടിൽ അച്ഛൻ പറഞ്ഞ് ഇവിടെ തിരിച്ചു വന്ന് കേരളത്തിൽ സെറ്റിൽ ചെയ്തതിന് ശേഷം ദാരിദ്ര്യവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ നിങ്ങൾ കുറച്ച് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാത്ത ദിവസങ്ങൾ, സ്കൂളിൽ പോകുമ്പോൾ കൂട്ടുകാരുടെ കൂടെ പോലും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റാത്ത വിധം പരിമിതമായ വിഭവങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ ഊണ് കൊണ്ടുപോകേണ്ടി വരുന്ന സാഹചര്യം സ്വാഭാവികമാണ്. എങ്കിലും ഇത്രയും ബുദ്ധിമുട്ടുകളുടെയൊക്കെ നടുവിൽ നിന്ന് വീട്ടിലെ രണ്ടാമത്തെ മകൻ ആദ്യമായി വൈദിക പരിശീലനത്തിന് പോകുന്നു, വൈദികനാകുന്നു. വീണ്ടും മൂത്ത മകൻ വൈദിക പരിശീലനത്തിലേക്ക് പോകുന്നു, വൈദികനായിട്ടില്ല അല്ലേ, അതിൻ്റെ ഫോർമേഷൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ്. തീർച്ചയായിട്ടും മൂന്നാമത്തെ ആളുണ്ട് എന്നൊരു ആശ്വാസവാക്ക് പറയാമെങ്കിലും എങ്ങനെയാണ് മാതാപിതാക്കൾ ഇതിനെ കാണുന്നത്? സത്യത്തിൽ എൻ്റെ ഉള്ളിലെ പ്രാർത്ഥനാ ജീവിതത്തെയും പ്രാർത്ഥനയും അങ്ങേയറ്റം പ്രചോദിപ്പിച്ചത് ചാച്ചനും അമ്മയാണ്, അച്ഛയമ്മയെന്ന് വിളിക്കുന്നത്. അച്ഛ നാട്ടിൽ വന്ന ശേഷം 2002 വരെ മലപ്പുറത്ത് ഒരു സ്ഥലത്ത് ജോലിയായിരുന്നു. ശേഷം തിരിച്ചു പോന്നു. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയായിരുന്നു, കൃഷിയും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞങ്ങളുടെ വീടിൻ്റെ പണിയൊന്നും തീർന്നിട്ടില്ലായിരുന്നു. തറയൊക്കെ പരിക്കനാണ്, ഈ കല്ല്. ഞാൻ കണ്ടിട്ടുണ്ട് ഈ അപ്പനും അമ്മയും മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കുന്നത്. ചിലപ്പോൾ ഈ അപ്പനില്ലാത്ത സമയത്ത് അമ്മ ഒറ്റയ്ക്ക് നിന്ന് മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കുന്നത്, കൈകൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ദൈവവിളിയിൽ ഇന്നും സപ്പോർട്ട് ചെയ്യുന്നത് സത്യത്തിൽ എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയായിരിക്കും. ഒരുപക്ഷെ ആഴ്ചയിൽ പല ദിവസങ്ങളും പുള്ളിക്കാരത്തി ഭക്ഷണം കഴിക്കാതെ ഉപവാസം എടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ 2 മക്കൾ പൗരോഹിത്യത്തിൽ നിലനിൽക്കാനും വിശുദ്ധിയിൽ ജീവിക്കാനും വേണ്ടിയായിരിക്കും. അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പം പറഞ്ഞ് നീ കൂടെ പൊക്കോളാൻ പറഞ്ഞു. അനുജനോട് പറഞ്ഞു നിങ്ങൾക്ക് പോകണം താല്പര്യം നീയും പൊക്കോ. ചേട്ടനോട് ഒരിക്കലും എതിർത്തിട്ടില്ല കേട്ടോ, നിൻ്റെ ഇഷ്ടം എന്താണ് അതനുസരിച്ച് പൊക്കോളാൻ പറഞ്ഞു. ഇന്ന് അവർ പ്രാർത്ഥിക്കുന്നുമുണ്ട്. എൻ്റെ ചേട്ടൻ പോയി ഇപ്പം ഏകദേശം 2 വർഷം കഴിഞ്ഞ് 3 വർഷം ആകുമ്പോഴത്തേക്ക് ഈ കൊല്ലം മെയ് മാസം 2018 വരുമ്പോഴത്തേക്ക് ഒത്തിരി പരീക്ഷണത്തിൻ്റെ കാലഘട്ടമായിരുന്നു. ഞാൻ ഈ കാലഘട്ടത്തിൽ എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും പ്രാർത്ഥനയായിരിക്കും, അത് എന്നെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. എന്ന് പറയുമ്പോഴത്തേക്ക് 2018 ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ കൃഷി സാധാരണ നമ്മൾ കണ്ടത്തിൽ നെൽകൃഷിയാണ്. അവിടെ നമ്മൾ കീടനാശിനി അടിക്കാറുണ്ട്. അതിന് പകരം നമ്മൾ പറമ്പിലടിക്കുന്ന പുല്ല് കരയ്ക്കുന്ന സാധനമുണ്ട്, അതടിച്ച് കൃഷി മൊത്തം പോകുന്നു. അപ്പോഴും അപ്പൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന അപ്പനാണ് കണ്ടത്. അതിനുശേഷം ഇത്തവണ വെള്ളപ്പൊക്കം വന്നു, കൃഷിക്ക് പകരം മീനായിട്ടത് അതെല്ലാം പോയി. അവിടെയും ദൈവത്തിൽ ആശ്രയിക്കുന്ന അപ്പനെ കണ്ടത്. മെയ് മാസം ആയപ്പോഴത്തേക്ക് അപ്പന് ശരീരത്തിൽ ചെറിയ അസ്വസ്ഥതകളൊക്കെ തോന്നി തുടങ്ങി. ഞങ്ങൾ പിടിച്ച് അപ്പൻ ആശുപത്രി പോയപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ക്യാൻസറാണെന്ന് പറഞ്ഞു. അവിടെയും ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്ന അപ്പനെ ഞാൻ കണ്ടത്. എന്ന് വെച്ചാൽ എത്ര അസ്വസ്ഥത ഉണ്ടായാലും കൊടുങ്കാറ്റുണ്ടായാലും അമരത്ത് ഇരിപ്പുണ്ടവൻ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? അവൻ അമരത്ത് ഇരിപ്പുണ്ട്. എൻ്റെ ചേട്ടനും പറഞ്ഞു നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ 2 പേരും കസേര വേക്കൻ്റ് ആണ് അവിടെ പക്ഷേ തമ്പുരാൻ ഇരിപ്പുണ്ട് വിശ്വസിച്ചു. അതാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ 2 പേരും സെമിനാരിൽ പോകുന്ന അച്ഛന്മാരാകാൻ വേണ്ടി പോയെന്ന് പറഞ്ഞാലും അവർക്ക് സന്തോഷമാണ്. കാരണം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതൽ ഭാഗ്യം ഏതെങ്കിലും അമ്മയ്ക്ക് കിട്ടാനുണ്ടോ? 2 മക്കൾ അച്ഛന്മാരാകാൻ പോവുക, ആൾക്കാരെ ബലി അർപ്പിക്കുക, അവരുടെ കയ്യിൽ നിന്ന് കുർബാന സ്വീകരിക്കുക, അതിൽ കൂടുതൽ എനിക്ക് തന്നെ ഒരു അമ്മയ്ക്ക് ഒരു ഭാഗ്യം കിട്ടാനില്ല. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥനയും അവരുടെ ത്യാഗവും ഒക്കെയാണെന്ന് തോന്നുന്നു എന്നെയും ജ്യേഷ്ഠനെയും ഈ അല്പമെങ്കിലും നന്മയിൽ ജീവിക്കാൻ, അല്പമെങ്കിലും വിശുദ്ധിയിലേക്ക് വളരാൻ വേണ്ടി ഒരു പ്രചോദനം നൽകുന്നത്.
അച്ഛൻ പറഞ്ഞപ്പോൾ അമ്മയുടെ പ്രാർത്ഥന, അപ്പൻ്റെ വിശ്വാസം, ഇത് രണ്ടും അച്ഛൻ പറയുമ്പോൾ തന്നെ വാക്കുകളിൽ അച്ഛൻ വളരെ തീക്ഷ്ണതയോടെയാണ് പറയണത്. പിന്നെ അച്ഛൻ അതിൻ്റെ കൂടെ പറഞ്ഞ് രണ്ടുപേരും ഒരുമിച്ച് നിന്ന് അല്ലെങ്കിൽ കൈവിരിച്ച് പിടിച്ചെന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട്, മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്ന് അച്ഛൻ പറയണ്ടായി. സത്യത്തിൽ മാതാപിതാക്കളുടെ ഈ പ്രാർത്ഥനയും ഈ വിശ്വാസവുമാണ്, അതല്ലാതെ വേറൊരു സൊല്യൂഷനില്ല പുതിയ തലമുറയ്ക്ക് വേണ്ടി, വിശ്വാസമുള്ള തലമുറയ്ക്ക് വേണ്ടി. അച്ഛൻ പറയുമ്പോൾ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുക. പിന്നെ അച്ഛൻ ഒരു പക്ഷേ ഈ എപ്പിസോഡിലൊരു അവസാനത്തെ ചോദ്യമായിരിക്കാം, പക്ഷേ എങ്കിലും ഞാൻ മുമ്പ് വീണ്ടും സൂചിപ്പിച്ചതുപോലെ അച്ഛൻ തന്നെ വളരെ സ്ട്രോങ് ആയി വളരെ ശക്തമായ ഭാഷയിൽ പറയുന്നത്, മറ്റൊരച്ഛൻ പറഞ്ഞത് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുന്നത്, അമ്മയുടെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത്, അപ്പൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത്, അപ്പൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത്. ഞാൻ പോലും ഒന്ന് അല്പം പകച്ചുപോയി. കാരണം കൃഷിയുടെ ബുദ്ധിമുട്ട്, അതായത് പുല്ല് കരിക്കുന്ന മരുന്ന് മാറി കീടനാശിനിക്ക് പകരം അടിച്ച് കൃഷി ഉണങ്ങിപ്പോയതും മീൻ വളർത്തിയതെല്ലാം വെള്ളപ്പൊക്കത്തിൽ പോയതും, അതിനുശേഷം അപ്പച്ചന് ക്യാൻസറാണ്, ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഞാൻ വീണ്ടും ചോദിക്കാം, ക്യാൻസറാണ് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴൊക്കെ തളരാത്ത, എന്ത് കൊടുങ്കാറ്റ് വന്നാലും പതറാത്തൊരപ്പൻ, അങ്ങനൊരു കുടുംബം, ആ വിശ്വാസത്തിൻ്റെ അതേ വഴി നടക്കുന്ന മക്കൾ, വീണ്ടും സ്വന്തം പട്ടത്തിൻ്റെ അന്ന് ചേട്ടൻ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കൺമുമ്പിൽ ചേട്ടൻ വന്ന്. അച്ഛൻ എവിടെയോ ഒരു വലിയ ദൈവാശ്രയത്വത്തിൻ്റെ ഒരു മുഖം അച്ഛനുണ്ട്. കർത്താവ് കൂട്ടിനുണ്ടെന്ന് പൂർണ്ണ ബോധ്യമുള്ള ഒരാളെ പോലെ. എന്താ അച്ഛൻ പറയാൻ അതിനെക്കുറിച്ച്? എനിക്ക് ഇപ്പോഴും തോന്നുന്നത് എൻ്റെ ലൈഫിൽ ഞാനൊന്നും തീരുമാനം എടുക്കത്തില്ല, തമ്പുരാൻ തീരുമാനം എടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഒരു പൊട്ടനായിരുന്ന, ഒന്നുമല്ലായിരുന്ന ഒരാളെ തമ്പുരാൻ ഇതുപോലെ ആക്കി നിർത്തിയിരിക്കുകയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല, ആരുടെ മുന്നിൽ നിൽക്കാൻ ധൈര്യമില്ലാത്ത, പഠിക്കാൻ വലിയ കഴിവൊന്നുമില്ല. സെമിനാരിൽ ഇപ്പോൾ ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ട് പഠിക്കാനൊക്കെ, ഒത്തിരി. പിന്നെ ഫിസിക്കലി ഒത്തിരി അസ്വസ്ഥതകൾ, നടുവേദന, കഴുത്തുവേദന, ഒത്തിരി അസ്വസ്ഥതകൾ, രോഗം ഇടയ്ക്കിടയ്ക്ക് ഒത്തിരി അലട്ടുമായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം ഇടയിൽ എന്നെ ഇന്ന് ഇതുപോലെ നിർത്തിയിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ തമ്പുരാൻ ആഗ്രഹിച്ചിട്ടാണ്. ഞാൻ വിചാരിക്കുന്നുണ്ട്, എവിടേക്കോ ആരൊക്കെയോ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് എൻ്റെ ദൈവവിളി. കാരണം പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ കണ്ണുനീരിൻ്റെ ഫലമാണ് നമ്മുടെ മോശയായാലും ജോഷുവ ആയാലും. അതുതന്നെ ഞാനും വിശ്വസിക്കുന്നത്, എവിടേക്കോ ആരൊക്കെയോ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് എൻ്റെ ദൈവവിളി ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അനേകർ ആൾക്കാർ എനിക്കെന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്, അനേകർ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. സത്യത്തിൽ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ വന്നെന്ന് പറഞ്ഞാലും ഇന്ന് എൻ്റെ ഇടവകയിൽ ഒത്തിരി അമ്മമാരെനിക്കുള്ളത്. എനിക്ക് പെങ്ങന്മാരില്ലെന്ന് പറഞ്ഞ്, ഇഷ്ടംപോലെ പെങ്ങന്മാരാണ് കേട്ടോ, ഇഷ്ടംപോലെ പെങ്ങന്മാരെനിക്ക് പ്രാർത്ഥിക്കാനും സപ്പോർട്ട് ചെയ്യാനും. പിന്നെ എൻ്റെ ചേട്ടൻ ഇല്ലെന്ന് പറഞ്ഞു, ചേട്ടൻ സെമിനാരി പോയെന്ന് പറഞ്ഞു, പക്ഷേ ജ്യേഷ്ഠൻ്റെ സ്നേഹം നൽകുന്ന ഒത്തിരി ആൾക്കാരാണ് ചുറ്റുമുള്ളത്. പിന്നെ അനുജൻ്റെ സ്നേഹം നൽകുന്ന ഒത്തിരി ആൾക്കാർ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം ഉപേക്ഷിച്ച് പറഞ്ഞാലും തമ്പുരാൻ എല്ലാം 100 ഇരട്ടിയായിട്ട് ഇപ്പോഴേ എൻ്റെ മുന്നിൽ കൊണ്ടിട്ട് തന്നിരിക്കുകയാണ്. അത് ഞാൻ ഓരോ നിമിഷം അത്ഭുതം കാണുന്നു. സന്തോഷം അച്ഛൻ പറഞ്ഞതുപോലെ വളരെ 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 ഹൃദ്യമായി അമ്മ പറഞ്ഞൊരു വാക്കാണ്. അമ്മയെ ഇതിനേക്കാളും ഭാഗ്യമുള്ള അമ്മ ആരാ ഉണ്ട്? ഒരു മകൻ അച്ഛനായി, മറ്റു മകൻ വൈദിക പട്ടം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങണ്. 2 മക്കളും അൽത്താരയിൽ വിശുദ്ധ കുർബാന അല്ലെങ്കിൽ കൂദാശകൾ പരികർമ്മം ചെയ്യുന്ന ഒരാളാകുന്നു. അവരുടെ ഇന്ന് കുർബാന സ്വീകരിക്കുന്നു. ഇതുപോലെ ധാരാളം ദൈവവിളികൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അച്ഛൻ അവസാനം പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ഒറ്റ വിളി കൊണ്ട് മാത്രം, കർത്താവ് നടത്തുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നത്. എൻ്റെ യോഗ്യതകളല്ലെന്ന് പറഞ്ഞ് അതില്ല ഇതില്ല എന്നെല്ലാം അച്ഛൻ എണ്ണി പറഞ്ഞിട്ട് വളരെ ഉറപ്പോടുകൂടി അച്ഛൻ പറയുന്നു. പക്ഷെ എന്നിട്ടും കർത്താവ് എന്നെ വിളിച്ചതുകൊണ്ട്, എന്നെ എടുത്തുപയോഗിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് എവിടെയായിരിക്കണം അവിടെ ആയിരിക്കണത്. താങ്ക് യു അച്ഛാ. കാരണം ഇനി കൂടുതൽ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയണം. അച്ഛൻ്റെ ഈ ഇപ്പോഴത്തെ 2 വർഷത്തെ ഒരു വൈദിക ജീവിതത്തിൻ്റെ മറ്റനുഭവങ്ങൾ, പിന്നെ അച്ഛന് വലിയ പാസ്റ്ററൽ മൈൻഡുണ്ട്. അച്ഛൻ പറയുമ്പോൾ അത് അവസാനം അച്ഛൻ പറഞ്ഞു വെച്ച, എനിക്ക് ഒത്തിരി പെങ്ങന്മാരുണ്ട്, എനിക്ക് ഒത്തിരി ജ്യേഷ്ഠന്മാരുണ്ട്. ആ വാക്കുകളിൽ തന്നെ ഒരു വലിയ ഒരു അജപാലന, ഒരു പാസ്റ്ററൽ ഹൃദയം അച്ഛനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങൾ പറയണം. ജിനിയച്ച, ഈ ജോഷുവ പ്രോഗ്രാമിൻ്റെ അച്ഛനോടൊപ്പമുള്ള ആദ്യ എപ്പിസോഡിലെ ഹൃദയം നിറഞ്ഞ പങ്കുവെക്കലുകൾക്ക് ഏറെ നന്ദി. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം.
നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറി